നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സിനിമ പിന്നണി ഗാനരംഗത്തെ അനന്യമായിട്ടുള്ളൊരു ശബ്ദ സൗരഭ്യത്തെയാണ് ഞങ്ങൾ ഇക്കുറി JB ജംഗ്ഷനിൽ അവതരിപ്പിക്കുന്നത്. മറ്റാരുമല്ല, അനുഗ്രഹീത ഗായിക സുജാതയുടെ മകൾ ശ്വേത മോഹൻ. ശ്വേതയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്വേത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ശ്വേതയുടെ അമ്മ സുജ ഇവിടെ കുറെ സമയം ഇരുന്നിരുന്ന കണ്ടിരുന്ന? എന്ത് തോന്നിയ ഇന്റർവ്യൂ? ആണോ? ആ ഒരു അഭിമുഖം കണ്ടിട്ട് ശ്വേത അമ്മ ആ ഇന്റർവ്യൂവിനോട് നീതി പുലർത്തിയെന്ന് വിശ്വസിച്ചോ? അതെയോ അമ്മയ്ക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാമായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടാസിന് വേണേൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കായിരുന്നു തോന്നിയോ? ഇല്ല, ഐ തിങ്ക് എല്ലാം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് സുജയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയാണ്, ശ്വേതമോളെ ഇന്ന കാര്യങ്ങൾ ചോദിക്കും, ഇന്ന കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ട്. എന്താണ് ആദ്യത്തെ ഉപദേശം? കേൾക്കട്ടെ. എന്തായാലും മോളെ കോൺട്രവേഴ്സിയിലേക്ക് കിടക്കല്ലേ, അത് മാത്രം പറഞ്ഞു. ഒന്ന്, സംഗീത സംവിധായകരെ കുറിച്ച് ചിലപ്പോൾ ബ്രിട്ടാസ് ചോദിക്കും. ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകന്മാര്, ഇഷ്ടമില്ലാത്ത സംഗീത സംവിധായകന്മാര്, ഇപ്പോൾ ഈ പിന്നണി ഗാന രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ അയാൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അതിലൊന്നും പോയി തലവെച്ച് കൊടുത്തേക്കരുത്. അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞില്ല. കോൺട്രവേഴ്സി ഉണ്ടാക്കരുത് മാത്രം. ഹേർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും പറയല്ലേ. വേറെ ആരെയും ഹേർട്ട് ചെയ്യരുത്. ലൈക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കല്ലേ. അച്ഛനെന്ത് പറഞ്ഞു? അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ആക്ച്വലി കുറെ നാളെ അച്ഛൻ ഭയങ്കര ബിസിയാ. അച്ഛൻ ബിസിയാണോ അതോ മകള് ബിസിയാണോ? ഞാൻ അവിടെ പോകുമ്പോ അച്ഛൻ ബിസിയാണ്. അച്ഛൻ ഫ്രീ ആയിരിക്കുമ്പോ ഞാൻ അവിടുന്ന് മാറും. അപ്പൊ അമ്മയാണ് ഇപ്പൊ നിരന്തരമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമ്മ, ഹസ്ബൻഡ് അശ്വൻ. ശ്വേത ഇവിടെ ഇരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഗാനങ്ങളുടെ ഒരു പെരുമഴയാണ്. നമുക്കൊരു ശ്വേതയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൽ നമുക്ക് തുടങ്ങാം. എന്നിട്ട് പയ്യെ വളരെ വളരെ സാവധാനം നമ്മൾ മറ്റു മേഖലകളിലേക്ക് നമുക്ക് ബൈക്ക് പോകാം. ശ്വേത, ഈ സ്റ്റേജ് ഷോകളുടെയും
അതുപോലെ തന്നെ സിനിമ പിന്നണി ഗാനങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ ഇതുപോലെ ക്ലാസിക്കൽ നിന്ന് പാടണമെന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അതാണ് ഈ അവസരം ഉപയോഗിച്ചത്. സ്റ്റേജ് ഷോസിലൊക്കെ ഒരുപക്ഷെ അടിപൊളി പാട്ടുകൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ മെലഡിക്ക് അപ്പുറത്തേക്ക് ഇതുപോലൊരു ക്ലാസിക്കൽ പാട്ട് പാടാനുള്ളൊരു സ്കോപ്പും ഇല്ല. ഒരുപക്ഷെ പണ്ടൊക്കെ ക്ലാസിക്കൽ പഠിക്കണമെന്നും പാടണമെന്നൊക്കെ അമ്മയും അച്ഛനും പറഞ്ഞപ്പോൾ അതൊന്നും കൂസാതിരുന്ന ശ്വേതയ്ക്ക് പിന്നീട് ഒരു പ്രാശ്ചിത്വം പോലെ ഇങ്ങനെയുള്ള പാട്ട് പാടേണ്ടി വരുന്നു, അല്ലെങ്കിൽ പാടാൻ ആഗ്രഹം വരുന്നു അല്ലേ? ശ്വേത, ഈ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരമ്മ ഗായിക, അച്ഛനും പാട്ടറിയാവുന്ന ഒരാളാണ്, പക്ഷെ അമ്മ ഇങ്ങനെ ഒരു വടവൃക്ഷം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് പ്രശ്നമുണ്ട്, ഒരുപാട് സാധ്യതയുണ്ട്. എന്താ കാരണം? മകൾക്ക് അമ്മയുടെ എത്ര അമ്മ ഇങ്ങനെ പാടുന്നതുകൊണ്ട് ആൾക്കാർ അമ്മയുടെ എത്ര എത്തുന്നില്ലല്ലോ എന്ന് വേണേൽ പറയാനുള്ള ഒരു സാധ്യത, ഒരു ബെഞ്ച് മാർക്ക് സുജ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലെവിടെ കിടന്നിട്ടെങ്കിലും ഒന്ന് മനസ്സുഴറിയിട്ടുണ്ടോ എവിടെയെങ്കിലും ഘട്ടത്തിൽ? സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും, കാരണം അമ്മയുടെ പേര് കളയാൻ പാടില്ല, പേരുദോഷം ഉണ്ടാക്കരുത്, പേരുദോഷം ഉണ്ടാക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഐ തിങ്ക് എല്ലാവരും എനിക്ക് വളരെയധികം സ്നേഹം തന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരു കമൻറ്റ് പോലും ഞാൻ കേട്ടിട്ടില്ല. സോ പാടി തുടങ്ങുന്ന സമയത്ത് സുജയുടെ മോളാന്നുള്ളത് ഒരുപക്ഷെ ഒരു അനുഗ്രഹമായിരിക്കാം, പക്ഷെ അതൊരു വലിയൊരു ബാധ്യതയും കൂടിയായിരുന്നു. എന്താ കാരണം? അമ്മയെക്കുറിച്ച് ആരും മോശം പറയാൻ പാടില്ല. അമ്മയുടെ പാട്ടിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കില്ല ആൾക്കാരും മോശം പറയാം, മകളുടെ പാട്ടിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും അമ്മയോട് മോശം പറയാം. അമ്മയൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് മനസ്സിനെ വല്ലാതെ വരച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ലെജൻഡറി മദേഴ്സും ഫാദേഴ്സും ഉള്ള ആൾക്കാർക്ക് എപ്പോഴും പറ്റുന്ന സംഭവം എന്താ വെച്ചാൽ അതിലേക്ക് എത്രയും എത്തിയില്ലെങ്കിൽ ഉണ്ടാകുമെന്ന പ്രതിസന്ധി. കുറെ ആലോചിച്ചു അതിനെ കുറിച്ചൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് ആലോചിച്ചു. കാരണം ഞാൻ പാട്ടിലേക്ക് വരുന്നത് തന്നെ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. ആഗ്രഹം ഉണ്ടായിരുന്നു സിംഗർ ആവണം എന്ന്, പക്ഷേ കരിയറായിട്ട് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം കോർപ്പറേറ്റ് ലൈനിൽ പോകണം, MBA എടുക്കണം, ഒരു ഓഫീസിൽ ജോലി ചെയ്യണം, മാസം ശമ്പളം കിട്ടണം എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. IIM പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാറ്റ് സ്കോഴ്സിൽ ഐ കുഡന്റ് ഗെറ്റ് ത്രൂ ടു IIM, ബട്ട് ഗുഡ് കോളേജസിൽ കിട്ടി, അഡ്മിഷൻ കിട്ടി. ഇൻ്റർവ്യൂവിന് പോണ സമയത്തായിരുന്നു ഇങ്ങനെ ആക്ച്വലി 1 year ഗ്യാപ്പ് ഞാൻ എടുത്തിരുന്നു MBAക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ആ സമയത്തിൽ എൻ്റെ ഒരു സെക്കൻഡ് എനിക്ക് തോന്നുന്നു ഈ മേഖലയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളിവിടെ വരാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്വേതയുടെ ഈ പറഞ്ഞ പോലെ ലൈഫിലുണ്ടായിട്ടുള്ള ഈ ട്വിസ്റ്റ് ആരായിരിക്കും? വരട്ടെ. ഹായ് ശ്വേ, ഹായ് ജോൺ സർ, രണ്ടുപേർക്കും സുഖാന്ന് വിചാരിക്കണു. ഞാൻ ആക്ച്വലി ശ്വേതയുടെ സിംഗിങ്ങിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. ഐ ലവ് ശ്വേതയുടെ ഒരു സിംഗിങ് സ്റ്റൈലൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ശ്വേതയുടെ ഭയങ്കര ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഭയങ്കര ഈസി ആയിട്ട് ശ്വേത പാടുക. അങ്ങനെ ഭയങ്കര വലിയ സംഗതികളൊക്കെ ഉള്ള പാട്ടാണെങ്കിലും ശ്വേത ഭയങ്കര ഈസി ആയിട്ട് ശ്വേതയുടെ തൊണ്ടയിൽ നിന്നെല്ലാം വരിക. അപ്പോൾ ഐ തിങ്ക് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് ശ്വേത. ആൻഡ് ശ്വേത മാത്രമല്ല, ശ്വേതയുടെ ഹോൾ ഫാമിലി, മോഹൻ ചേട്ടനായാലും സുജാ ചേച്ചി ആയാലും അശ്വിൻ ആയാലും എവ്രി വൺ സോ സ്വീറ്റ് ആൻഡ് സോ നൈസ് ടു ഓൾ ഓഫ് us. അപ്പം എന്തായാലും ശ്വേത, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇൻ എവറിത്തിങ് ദറ്റ് യു ഡു, എല്ലാ കാര്യത്തിലും, പേഴ്സണലി, മ്യൂസിക്കലി ആൻഡ് എവറിത്തിങ്. ആൻഡ് ഓഫ് കോഴ്സ് എപ്പോഴും ഒരു കാര്യമുണ്ട്, ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റിയിട്ടില്ല. ശ്വേത നല്ലൊരു പാട്ടുകാരിയാണ്, അതേപോലെ തന്നെ നല്ലൊരു പഠിപ്പിസ്റ്റും കൂടിയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഫ് നോട്ട് മ്യൂസിക് അല്ല, മ്യൂസിക്കിൻ്റെ വഴി ഇപ്പോൾ ശ്വേത ഓഫ് കോഴ്സ് ശ്വേത തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്കറിയാം. ഇഫ് നോട്ട് മ്യൂസിക്, വേറെ എന്ത് സബ്ജക്റ്റിലായിരിക്കും ശ്വേത പ്രാവീണ്യം തെളിയിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടാവുക എന്നറിയാനൊരാഗ്രഹം. പ്ലീസ് ഡു ലെറ്റ് us know. ഒരുപക്ഷെ ഈ പറഞ്ഞ പാട്ടിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ടോ ആരും അംബിഷൻ ഇപ്പോൾ കളഞ്ഞോ? ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണത്, പാട്ടിലേക്ക് വരിക എന്നുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ 1 year ഗ്യാപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് ഓൾറെഡി 1 year MBA കഴിഞ്ഞു. അമ്മയുടെയൊക്കെ ആഗ്രഹം, ഓക്കെ മോളെ നീ MBA ചെയ്യ്, അത് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും പാടാം, സൈഡ് ബൈ സൈഡ് പാടി ഇങ്ങനെ പോവാം എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ സൈഡ് ബൈ സൈഡ് പാട്ടൊന്നും നടക്കില്ല, MBA 100% ഫോക്കസ് വേണം,
ഏത് മേഖലയായാലും അതിന് 100% വേണം. നിന്ന് തിരിയാൻ ഉള്ള സമയം ഞങ്ങൾക്കില്ല. സോ പാട്ട് ഒന്നും നടക്കുമൊന്നുമില്ല MBAയിൽ വന്നാൽ. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് ഓക്കെ. സോ MBAക്ക് പോയി ചേർന്നിരുന്നോ? ചേർന്നില്ല. അഡ്മിഷൻ കിട്ടി. ഇന്റർവ്യൂ കോളേജിലേക്ക് ഇന്റർവ്യൂവിന് പോണതിന് മുമ്പേ ഐ ഡിസൈഡഡ് വേണ്ടാന്ന് വെച്ചു. സോ പക്ഷെ ചെറുപ്പകാലത്തൊന്നും പാട്ടിനെ അങ്ങനെ ഗൗരവമായിട്ട് ശ്വേത കണ്ടിരുന്നില്ലല്ലോ. മഹാ മടിച്ചേരെന്നാണ് അമ്മ പണിക്ക് പറയുന്നത്. തല്ലി പറഞ്ഞു വിട്ടാലും അവള് പാട്ട് പാടില്ല. എവിടെ വെച്ചിട്ടാ ഒരു പെട്ടെന്നൊരു സ്പിൻ വന്നത്? കൾച്ചറൽസ്, സ്കൂൾ കൾച്ചറൽസിൽ ഐ തിങ്ക് കുറച്ചൊരു മെച്ചോറിറ്റി ഒക്കെ വന്നു കഴിഞ്ഞൊരു 15-16 ഇയേഴ്സ്. ഞാൻ പോയ ആദ്യത്തെ കൾച്ചറൽസ് രാജാ സാറിൻ്റെ മോൾ ഭവതാരിണി ആയിരുന്നു ജഡ്ജ്. എനിക്ക് അന്ന് ഭവതാരിണിയെ അറിഞ്ഞൊന്നും കൂടാ പേഴ്സണലി. ബട്ട് പ്രൈസ് കിട്ടിയിട്ട് വീട്ടിൽ വരുമ്പോഴാണ് അമ്മ എന്നെ ഇങ്ങനെ ഒരു കൾച്ചറൽസിന് പോയി തന്നെ അമ്മ അപ്പോഴാണ് അറിയുന്നത്. സന്തോഷമായി. മോള് നല്ല വഴിക്ക് തന്നെയാണ് പോകുന്നത്. നല്ല വഴി എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഞാൻ സിംഗർ ആവണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞേ. നല്ലൊരു ജോലി വാങ്ങി മാസം ശമ്പളം കിട്ടണം. അതെ, അലഞ്ഞു കിടക്കാൻ പാടില്ല. അത്രയായിരുന്നു ആഗ്രഹം. സോ ആ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഭവതാരിണീനെ അമ്മ ഒരു റെക്കോർഡിങ്ങിൽ വെച്ച് കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോൾക്ക് പ്രൈസ് കൊടുത്തു, താങ്ക് യു. സോ ഭവതാരിണി, ഓ യാ ദാറ്റ് ഗേൾ, okay, she sang well if I remember, so why don't you ask her to train her voice more, so I'm sure she can get into singing. അമ്മ അതെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് ഒരു സ്പാർക്ക് തോന്നിയത്. എനിക്കും ട്രെയിൻ ചെയ്യണം, പാട്ട് പഠിക്കണം, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന്. അങ്ങനെ ചിത്ര ചേച്ചീൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ചിത്ര ചേച്ചിയാണ് എൻ്റെ ഗുരുവിലേക്ക് എന്നെ എത്തിച്ചത്, ശ്രീമതി ബിന്നി കൃഷ്ണകുമാർ. സോ ടീച്ചറാണ് എന്നെ. ഇപ്പം ശ്വേത പറഞ്ഞ സ്ഥിതിക്ക് അവരെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. ഹായ് ശ്വേതക്കുട്ടി. ബ്രിട്ട സാർ നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് എൻ്റെ ഈ പൊന്നുമോള് ശ്വേതക്കുട്ടി. ശ്വേതയോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, സാധാരണ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് വന്നിട്ടുള്ള കുട്ടികൾ, അതായത് ഈ ഞാൻ പറയുന്നത് ഒരു 10-15 വർഷമായിട്ടുള്ള പാടുന്ന പേരെടുത്ത സിംഗേഴ്സ്, അവർ സിനിമയിൽ പാടിയതിന് ശേഷമാണ് കർണാടക സംഗീതം പഠിക്കണമെന്ന താല്പര്യം പഠിക്കാൻ വരികയും ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കേ അറിയാം, തമിഴിലും തെലുങ്കിലും ഒക്കെ പാടുന്ന കുറേ പ്ലേബാക്ക് സിംഗേഴ്സിന് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. പലരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷേ ശ്വേത അതിൽ നിന്ന് വ്യത്യാസമാണ്. ശ്വേത കർണാടക സംഗീതം ആദ്യം കുറേ വർഷങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് വരികയും ഇത്രയും ഒരു നല്ല പേരോടുകൂടി ഇപ്പോഴും നന്നായി പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, കർണാടക സംഗീതം ഇത്രയും പഠിച്ചിട്ട് ഫിലിം പ്ലേബാക്ക് സിംഗിങ് ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് ആ പഠനം എത്രമാത്രം ശ്വേതയ്ക്ക് ഗുണം ചെയ്തു? എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? സിനിമാ പിന്നണി ഗാനരംഗത്ത് എങ്ങനെ അത് ശ്വേതയെ ഹെൽപ്പ് ചെയ്തു? അതെൻ്റെ ക്വസ്റ്റ്യൻ. ശ്വേതയ്ക്ക് എന്നും എപ്പോഴും കുട്ടി ശ്വേത നന്നായി പാടി ഇനിയും നിറയെ വർഷങ്ങൾ നന്നായി പാടി നല്ല പേരോടും പുകഴോടും ഇരിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. പാടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ശ്വേതയെ ഈ രൂപത്തിലാക്കിയ പ്രധാനപ്പെട്ട ഒരാളാണ്. ഒരുപക്ഷെ പ്രധാനപ്പെട്ട ആളാണ്. അവര് ചോദിച്ച ചോദ്യത്തിൻ്റെ ഞാനൊരു മറുപടി പറയാം ശ്വേത പറയുന്നതിന് മുമ്പ്. അതായത് ഈ കർണാടക സംഗീതം ഇങ്ങനെ പഠിച്ച് 10-15 ശേഷം പഠിച്ച ശേഷം പിന്നെ സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് വന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടം എന്താണ്, കോട്ടം എന്താണെന്നുള്ളത് ചോദിച്ചത്. ഞാനാദ്യം മറുപടി പറയട്ടെ. ഒരു കോട്ടം പിന്നെ എന്താ വെച്ചാൽ, ഇങ്ങനെ ഈ അടിപൊളി പാട്ടുകളും മെലഡികളും പാടുമ്പോൾ ഇടയ്ക്കൊരു ക്ലാസിക്കൽ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നിങ്ങനെ ആശിച്ചു പോകും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. വേണമെങ്കിൽ ആ ഉത്തരം നൽകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ക്ലാസിക്കൽ വേണമെങ്കിൽ പാടിക്കൊണ്ട് ഗുരുവിന് മുമ്പിൽ ഒരു പക്ഷേ ഒരർച്ചന നടത്താവുന്ന. ആ
ഈ 15 വർഷത്തെ അല്ലെങ്കിൽ 1.5 പതിറ്റാണ്ട് കാലത്തെ ക്ലാസിക്കൽ ഗാന അഭിരുചി അല്ലെങ്കിൽ ആ പഠിത്തം എത്ര കണ്ട് ശ്വേതയെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശ്വേതയ്ക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്? എൻ്റെ വോയിസ് കംപ്ലീറ്റ്ലി മോൾഡ് ചെയ്തെടുത്തത് ബിനി ചേച്ചിയാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചേച്ചിക്ക് സമർപ്പിക്കണു. എനിക്ക് എന്തെങ്കിലും പാടാൻ പറ്റുവാണെങ്കിൽ അത് ചേച്ചി കാരണമാണ്. കാരണം ക്ലാസിക്കൽ എല്ലാവർക്കും ഒരു റോങ് നോഷൻ ഉണ്ട്, ക്ലാസിക്കൽ പാടിയാൽ തൊണ്ടപ്പോവും എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ചേച്ചി ക്ലാസ് എടുക്കുമ്പോൾ അത് ലൈറ്റ് മ്യൂസിക്കിനും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. സോ തീർച്ചയായിട്ടും എനിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്ലാസിക്കൽ ഒരുപക്ഷെ സംഗീതത്തിന് ഒരു നല്ലൊരു അടിത്തറ ഇട്ടു. ശ്വേതയ്ക്ക് ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചൊരു കാരണം ഒരുപക്ഷെ ഈ ക്ലാസിക്കൽ ഈ പറഞ്ഞ പോലെ പഠനമായിരിക്കാം. സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം തന്നെയാണ്. അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വേണം പതറിയേക്കാമായിരുന്നു. അതാണ് ബിന്നി ചേച്ചി ഇട്ട അടിത്തറ. ബിന്നി ചേച്ചി എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ചേട്ടനെയും പറയണം. സോ അവർ രണ്ടുപേരും വളരെ ഡെഡിക്കേറ്റഡ്. ആരാണ് ബിന്നി ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? ചിത്ര ചേച്ചിയാണ് പറഞ്ഞത്. ശ്വേതയ്ക്കുള്ളൊരു അനുഗ്രഹം എന്താണെന്നറിയോ? ഒന്ന് ചെന്നൈ, 2 അമ്മയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ സ്നേഹപരിലാളനകൾ. കളിച്ച് വളർന്നത് ദാസമാമയുടെ മക്കളുടെ കൂടെ, ചേച്ചിയുടെ കൂടെ. വേറെ ആൾക്കാരുണ്ട്, ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരാം. ഒരാൾ വരണമെന്നും പറഞ്ഞ് വാശി പിടിക്കുക, അതെ കാണിച്ചു തരാന്നുള്ളത്. ശ്വേത, what does it feel to be the daughter of an extremely famous singer, a legend like Sujata? What are the positives and what were the challenges that you faced in this whole journey because of that? Srini,
ശ്രീനിക്ക് സുജാതയെ വെച്ചിട്ടുള്ള ചോദ്യം പറ്റുള്ളൂ. എന്താ കാരണം വെച്ചാൽ അവരൊക്കെ കണ്ടംപററീസും ഒരുപാട് എന്താ പറയാ ഈ രംഗത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതന്നെ. ശ്രീനി അങ്കിൾ ഇസ് മൈ ഓൺ അങ്കിൾ. അത് വേറൊരു സിംഗർ അല്ല. ശ്രീനി അങ്കിൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഐ എം എ സിംഗർ ടുഡേ. കാരണം ചെന്നൈയിൽ ഇപ്പോൾ എനിക്ക് പേരുണ്ടെങ്കിൽ അത് ശ്രീനി അങ്കിൾ കാരണമാണെന്ന് പറയാം. അത്രയധികം കോൺസേർട്സിന് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ് മീ ടു ആർ.ഡി. ബർമൻ സോങ്സ്. സോ റെട്രോ ഹിന്ദി റെട്രോ സോങ്സ് അച്ഛൻ ഒരുപാട് വീട്ടിൽ കേൾക്കും എങ്കിലും ഞാൻ പഠിച്ചു വന്നത് ശ്രീനി അങ്കിളുടെ കോൺസേർട്സിലൂടെയായിരുന്നു. ലതാജീൻ്റെ ആശാജീൻ്റെ ഒക്കെ സോങ്സ്. സോ എൻ്റെ ഫസ്റ്റ് റെക്കോർഡിങ് ശ്രീനി അങ്കിളിന് വേണ്ടിയായിരുന്നു ആസ് എ സോളോ ആർട്ടിസ്റ്റ്. സോ അതേതായിരുന്നു പാട്ട് ഓർമ്മയുണ്ടോ? വയലറ്റ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അത് റിലീസായിട്ടില്ല. സോ വരികളൊക്കെ ഓർമ്മയുണ്ടോ? ഓ പിന്നെ രണ്ടുപേരെയൊന്നും വെറുതെ ശ്രീനിയങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീനിയുടെ വീട്ടിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്തത്? അല്ല സ്റ്റുഡിയോ ഉണ്ണിമേനോൻ അങ്കിളുടെ ഓ ശരി, ഓക്കെ. നിനി സാ 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 നിനി സാ 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 നിനി സാ 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 സ ഗ സ നി ധ നിനി സാ 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 നിനി സാ 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 നിനി സാ 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 സ ഗ സ നി ധ സ്വരമേഴും പൊഴിയേണം അത് കേട്ടൊന്നലിയേണം അതിനാനന്ദ സംഗീതമാ നിസാ നിസാ ഓ ശ്രീനിക്ക് ആ ഇൻഹിബിഷൻസും ഇല്ല, മനസ്സിലുള്ള അങ്ങ് പറയും. ഇന്നേ വരെ ശ്രീനിയെ ഒരു സങ്കടപ്പെട്ടിട്ടേ കണ്ടിട്ടില്ല. എപ്പോഴും ജോവിയൽ ആൻഡ് ചിയർഫുള്ളാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് ശ്രീനിയുടെ സാന്നിധ്യം. ചെന്നൈയിൽ ഉള്ള താമസം, അവിടെ വരുമ്പോൾ ഒരു പക്ഷേ സുജാതയുടെ ജീവിതത്തെ സ്വാധീനിച്ച, ഗണ്യമായി മാറ്റിമറിച്ച ദാസേട്ടൻ്റെ ഒരു സാന്നിധ്യം ശ്വേതയ്ക്കും ആ ഒരു പെരുന്നാളെന്നെ ഇപ്പോഴും കിട്ടിയിട്ടുണ്ട് അല്ലേ? ദാസേട്ടൻ്റെ കയ്യിലിടയിൽ ഒരു ചെറിയൊരു ഒരു നരന്ത് കൊച്ച്. ഇതാരതറിയോ? ആരെന്നറിയോ? ഈ ഇരിക്കുന്ന ആളാണ്. ഈ ഒരു സ്നേഹവും അംഗീകാരവും ശ്വേതയെ ഉടനീളം സഹായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഒരു അനുഭവം ശ്വേത? ഒരു ചുരുക്കി വാക്കുകൾ പറയുകയാണെങ്കിൽ വാട്ട് യു ഫീൽ നൗ ആക്ച്വലി? വെരി ബ്ലെസ്ഡ്. ദാസമ്മാമേനെ ഇത്ര അടുത്ത് എൻ്റെ അമ്മാവനെ പോലെ എനിക്ക് അറിയാൻ ഉള്ള ആ ഒരു ബ്ലെസ്സിങ്സ് വേറെ ആർക്ക് കിട്ടുമോ? അതല്ലേ. എന്നാലും ഒരുപക്ഷെ ഇതുപോലെ വലിയൊരു ഒരു വടവൃക്ഷം ഇങ്ങനെ ശ്വേതയുടെ ലൈഫിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു വിളക്കുമാടമായിട്ട് ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ് എത്രയോ കാലമായിട്ട്. ദാസമാമയാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ, ബിഗ്ഗസ്റ്റ് ഐഡൽ. കാരണം എപ്പോൾ നോക്കിയാലും ഈ വയസ്സിലും ഇരുന്ന് പഠിക്കുന്നത് അത് കാണുമ്പോൾ എനിക്ക് ദാറ്റ്സ് മൈ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ. സോ അതിലപ്പുറം ഒരു ഇൻസ്പിറേഷൻ വേണ്ട. ദാസമാമിനെ കുറിച്ച് ആലോചിക്കാത്ത, അഡ്മയർ ചെയ്യാത്ത ഒരു ദിവസം കടന്നു പോയില്ല. ദാസേട്ടനോട് ഞങ്ങൾ ചോദിച്ചു ശ്വേതയെക്കുറിച്ച്. നല്ലത് മാത്രമേ ദാസേട്ടന് പറയാൻ കഴിയുന്നുള്ളൂ, വേറൊന്നും പറയാൻ കഴിയുന്നില്ല. ഒരുപാട് കുറുമ്പും കുസൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും എങ്കിൽ പോലും ശ്വേത എന്ന് പറയുമ്പോൾ സ്വന്തം മക്കളെക്കുറിച്ച് പറയുന്ന അതേ സംതൃപ്തിയും സന്തോഷവുമാണ്. ദാസന്റെ മക്കളുടെ വിജയുടെ കൂടെയല്ലേ കളിച്ചു വളർന്നല്ലേ? ഒരുപാട് അടി കൂടിയിട്ടുണ്ടാ? ആക്ച്വലി ചെറിയ എൻ്റെ കൂടെ അവരെ അടുക്കില്ല. അവര് 3 ബ്രദേഴ്സും കളിച്ചു ഭയങ്കര ബാസ്കറ്റ് ബോൾ ഒക്കെയാണ്. ഞാൻ അവിടെ തന്നെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കൂടില്ല. പിന്നെ കുറച്ച് വലുതായതിനു ശേഷമാണ് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോ പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും അതൊരു ലോകമായിരുന്നു. ശ്വേത, നമുക്ക് ദാസേട്ടന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ശ്വേതയ്ക്ക് ശ്വേതയെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ശ്വേതയുടെ മനസ്സിലിങ്ങനെ തുളുമ്പുന്ന ദാസമ്മാമയുടെ ഒരു പാട്ട് നമുക്ക് ദാസേട്ടന് വേണ്ടി പാടിക്കൊടുക്കും. ദാസമ്മാമ ഈ പാട്ട് പാടി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഓരോ സ്റ്റേജിൽ പാടുമ്പോഴും എനിക്ക് ഗൂസ് ബംസ് വരും. സോ ഞാൻ ചുമ്മാ ട്രൈ ചെയ്യാം. സോ ഹരിമുരളീരവം ഹരിതവൃന്ദാവനം
ഗാനം ഹരിമുരളീരവം 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 കളയമുനേ നിൻ കവിളിൽ ചാർത്തും മപഗരെ സനിധ ദനേരേ നിധ പ മപദനി സരേഗ മപദനി സരേഗ ഗമഗരെ നി രേ സാ കളയമുനേ നീ കവിളിൽ ചാർത്തും കളഭനിലാപ്പൂ പൊഴിയുവതിന്റെ തളിർവിരൽ മീട്ടും വരവൽക്കിൽ തരള വിഷാദം പടരുവതിന്റെ പാതി നടന്നു മറഞ്ഞൊരു വഴികളിൽ ഈറനണിഞ്ഞു കരാങ്കുലിയായി പാതുകമൂത്രകൾ തേടി നടപ്പൂ ഗോപവധൂ ജനവല്ലഭനിന്നു സരി ഗരി ഗമ സരി ഗരി ഗമ ഗമ പമ പദ മപ്പ പദ നി മ പദ പദ നി ധ നി സനി സരി മഗരി സനി സരി ഗ മഗരി സനി സരി ഗ സ മഗരി സനി സരി ഗ ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം ഹരിമുരളീരവം ദാസേട്ടന് മുമ്പിൽ ശ്വേത ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ഞാൻ പാടുന്നത് ഈ പാട്ട്. അല്ല, ദാസേട്ടൻ ശ്വേതയെ കൊണ്ട് പാട്ട് പാടിക്കാറില്ലേ? ക്ലാസിക്കൽ ക്ലാസിക്കല് ഇരുത്തി പഠിപ്പിക്കാൻ നോക്കാറുണ്ട്. നമ്മൾ ഇരുന്ന് കൊടുക്കാറില്ല. ഇരുന്ന് കൊടുക്കും. അയ്യോ, സമയം കിട്ടുമ്പോ. കാരണം ഷോന്റെ ഇടയിൽ ഒരു സമയം രണ്ടുപേരും ഫ്രീ ആയി സമയമാണെങ്കിൽ വരൂ, നമുക്ക് എന്തെങ്കിലും പഠിക്കാമെന്ന് പറയും. അതൊക്കെ ഒരു അനുഗ്രഹമാണ് ശ്വേത. എത്രയോ ആൾക്കാർക്ക് കിട്ടാതെ പോയിട്ടുള്ളൊരു സൗഭാഗ്യമാണ് ശ്വേത കേട്ടത്. അതുപോലെ വിജയോടും ഞങ്ങൾ ചോദിച്ചു. വിജയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞാലും മതിരാത്ത ആ കുട്ടിക്കാലങ്ങൾ, പിന്നീടുള്ള ആ വളർച്ച. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്നത്. എന്നാൽ ഏറെക്കുറെ പാരലായിട്ട് നിങ്ങൾ രണ്ടുപേരും. ഞാൻ ജനിച്ച ദിവസം വിശാൽ ഉണ്ടായിരുന്നു, പ്രഭമായും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. സോ എന്നെ ആദ്യമായിട്ട് എടുത്ത് നടന്ന എൻ്റെ സ്വന്തം ഫാമിലിയാണ്. ഒരുപക്ഷെ സുജാത എടുക്കുന്നതിനേക്കാളും മുമ്പ് പ്രഭചേച്ചിയാണോ എടുത്തത്? ആയിരിക്കാം. ഇവിടെ കൊണ്ടുവരേണ്ട ഒരാൾ വേറെ ആരില്ല, സുജാതയെ തന്നെ കൊണ്ടുവരണം. വരട്ടെ. ഹായ് ബ്രിട്ടാസ്. ഹായ് മോളു. എങ്ങനെ പോണു JB ജംഗ്ഷൻ? ഹോപ്പ് യു ആർ എൻജോയിങ് ഇറ്റ്. മോളുടെ അടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, മോള് കൊച്ചായിരുന്നപ്പോൾ സ്കൂളിലും കോളേജിലുമൊക്കെ, എസ്പെഷ്യലി സ്കൂൾ ഡേയ്സിൽ മോളുടെ ഒരു ഫങ്ഷനും പേരൻറ്റ് ടീച്ചർ മീറ്റിംഗ് ആയിരുന്നാലും, സ്പോർട്സ് ഡേ ആയിരുന്നാലും, സ്കൂൾ ഡേ ആയിരുന്നാലും ഒന്നിനും എനിക്ക് ഒരു അമ്മയായിട്ട് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ കരിയർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയം ആയിരുന്നുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു. പക്ഷേ ഇതുവരെയും ആ സമയത്ത് ആ കുഞ്ഞു മോള് എൻ്റെ അടുത്ത് ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മോളുടെ മനസ്സിൽ എന്തായിരുന്നു ആ സമയത്ത്? എന്നെ കാണിക്കാതിരുന്നതാണോ അതോ വെതർ എന്നെ മിസ് ചെയ്തിരുന്നോ മോള്? അതെനിക്കറിയണം. പിന്നെ ലേറ്റ് മോളുടെ കരിയർ, മ്യൂസിക് കരിയറിലേക്ക് വന്നു കഴിഞ്ഞിട്ടും ഞാനൊരു എൻ്റെ സൈഡിൽ റെക്കമെൻഡേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഡു യു മിസ് ഇറ്റ്? അതാണ് എനിക്കറിയുന്നത്.
എത്രത്തോളം അമ്മയെ മിസ് ചെയ്തിട്ടുണ്ട്, അതാണ് ചോദ്യം. ഞാൻ സുജയെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഫാമിലിയാണ് ശ്വേതയുടെ ഫാമിലി. എനിക്കറിയാം ശ്വേതയുണ്ടായ ശേഷം ഒരുപക്ഷെ സുജാതയുടെ കരിയറിൽ ഒരു പീക്കാണ്. ആ സമയത്ത് വീട്ടിലൊന്നും ഇങ്ങനെ ചിലവഴിക്കാൻ സമയമില്ല. ഒറ്റ കുട്ടിയാണ്, വേറെ ആരും അധികം ഇടപെടാനില്ല, വീട്ടിലുള്ള ആൾ. പിന്നെ മോഹൻ വേണമെങ്കിൽ സഹായിച്ചേക്കാം. സുജാത തന്നെ പറയുന്നുണ്ട് ഇന്നേ വരെ സ്കൂളിലോ കോളേജിലോ എത്തിയിട്ടില്ല. മറ്റു കുട്ടികളിലെയൊക്കെ അമ്മമാരും അച്ഛന്മാരൊക്കെ വരുന്ന കാണുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാകാറില്ലേ? സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ടായിട്ടില്ല? സങ്കടം ഉണ്ടായിട്ടേ ഇല്ല. അതിന് ഫുൾ കോമ്പൻസേഷൻ അമ്മൂമ്മ തന്നിട്ടുണ്ട്. കാരണം അമ്മൂമ്മ ആണ് എന്നെ പഠിപ്പിച്ച് പേരൻറ് ടീച്ചർ മീറ്റിങ്സിനൊക്കെ അമ്മൂമ്മയാണ് വരണത്. സോ എനിക്ക് ആ ഒരു കുറവ് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അച്ഛൻ സ്പോർട്സ് ഡേക്ക് വരും. അച്ഛൻ പേരൻറ് ടീച്ചേഴ്സ് ഡേന് വന്നാൽ ശരിയാവില്ല. കാരണം അച്ഛൻ പേപ്പർ നോക്കിയില്ല. ബാക്കി കുട്ടികൾ അവരുടെ പേരൻസ് അവരുടെ അച്ഛന്മാരായിട്ടൊക്കെ സംസാരിച്ചിരിക്കും. നമ്മുടെ കാര്യം നോക്കില്ല. പേപ്പർ എൻ്റെ പേപ്പറൊന്നും നോക്കില്ല. അപ്പോൾ അച്ഛൻ പേരൻറ് ടീച്ചേഴ്സ് മീറ്റിംഗ് വന്നാൽ എനിക്ക് സന്തോഷമാണ്. കാരണം ഒരു ടെൻഷനും ഇല്ല. മാർക്ക് കുറഞ്ഞു പോയതിനെ കുറിച്ചൊന്നും ഒരു ഉത്കണ്ഠയില്ല. ഇല്ല ഇല്ല ഇല്ല. ശ്വേത നന്നായിട്ട് പഠിക്കുമായിരുന്നു. അത്യാവശ്യം വിതിൻ ഫസ്റ്റ് 3 റാങ്ക്സ് വരും. ഓ ശരി, അതെപ്പോഴും ഉണ്ടായിരുന്നു. സ്കൂൾ വരയ്ക്കും. കോളേജ് ആയപ്പോഴേക്കും കുറച്ചൊരു തൻ്റെടിയായി തുടങ്ങി. കുറച്ച് കൾച്ചറൽസിലൊക്കെ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആർട്സ് ക്ലബിലൊക്കെ സജീവമായി. ആർട്സ് ക്ലബ് ഐ വാസ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി. എവിടെ? സ്റ്റെല്ല മേരി. എവിടെ? സ്റ്റെല്ല മാരിസ്. ഓക്കെ. സോ 3rd ഇയർ പിന്നെ കൾച്ചറൽ സെക്രട്ടറി ആയതുകൊണ്ട് ക്ലാസ്സിൽ പോയിട്ടേ ഇല്ല. സോ പക്ഷെ ആ ഒരു കൺസെഷൻ അവർ തന്നു അല്ലേ കോളേജിൽ? അതെ അതെ അതെ, അവർ ഭയങ്കര പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഒരുപക്ഷെ ശ്വേത പഠിപ്പിൽ പിന്നോട്ട് പോകില്ല എന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടാവും. പാട്ട് പാടി നടന്നാലും പഠിത്തം നോക്കിക്കോളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. ഞാൻ അത്രയും മോശമാവില്ലായിരുന്നു മാർക്സ്. കാരണം ഞാൻ പറഞ്ഞില്ലേ MBAക്ക് പോകാനുള്ള പ്ലാൻ ഉള്ളത് കാരണം മാർക്സ് കുറയാൻ പാടില്ല എന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് നല്ലോണം ഹെൽപ്പ് ചെയ്തിരുന്നു. അവർ ഔട്ട്സൈഡ് ക്ലാസ്സസ് എനിക്ക് വീട്ടിലൊക്കെ ഇരുന്ന് പറഞ്ഞു തരും. സോ നോട്ട്സ് ഒക്കെ അവരൊക്കെ തന്നെ കുറിച്ച് തന്നു. ഫോട്ടോകോപ്പി എടുക്കുന്ന പരിപാടി ഉണ്ടാവുകയുള്ളൂ. ഒരുപാടുണ്ടായിരുന്നു. അവരുടെ ബുക്കുകൾ പകർത്തുക, അതായിരുന്നു പ്രധാനം. പക്ഷെ അച്ഛൻ കുറച്ചും കൂടി കോളേജിലെ പിന്നെ ശ്വേതയെ നോക്കാനും സ്കൂളിൽ നിന്ന് എടുക്കാനും പെറുക്കാനൊക്കെ വന്നിരുന്നില്ലേ അല്ലേ? അതെ, അച്ഛനായിരുന്നു പാവം. സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുക, പിക്കപ്പ് ചെയ്യുക, സ്കൂട്ടറിൽ പോവും നമ്മൾ. സോ മൂപ്പർ യഥാർത്ഥത്തിൽ മൂപ്പറുടെ ജോലി തന്നെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി ശ്വേതയ്ക്ക് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പറയാം. അമ്മയാണെന്ന് നോക്കാത്ത, അപ്പൊ അതിന്റെ ചെറിയൊരു കുറ്റബോധം അമ്മയ്ക്കുണ്ട്. അതാണ് ഈ ചോദ്യം ചോദിച്ചത്. പക്ഷേ സുജാത പേടിക്കണ്ട, ശ്വേതയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു വിഷമവും ഇല്ല. പക്ഷേ അമ്മ റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയണു. പക്ഷേ റെക്കമെൻഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അമ്മ ആണ് ലൈക്ക് ജയചന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത്, അൽഫോൻസ് ചേട്ടൻ്റെ അടുത്തൊക്കെ ലൈക്ക് ആ ഒരു സ്ട്രേറ്റ് എൻട്രി അവരടുത്തേക്ക് എൻ്റെ CD കൊണ്ട്, ഡെമോ CD ആണെങ്കിലും എൻ്റെ CD അവരടുത്തേക്ക് കൊണ്ട് എത്തിപ്പിക്കാൻ അമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ റെക്കമെൻഡേഷൻ കിട്ടിയിട്ടില്ല എന്ന് അല്ല. സുജാത ചെയ്യുന്നത് വെച്ചാൽ സാധാരണ രീതിയിൽ ഈ പറഞ്ഞ പോലെ മക്കൾക്കൊരു ചാൻസ് കിട്ടാനും പെറുക്കാനും ഒക്കെ ആയിട്ട് അമ്മമാരും അച്ഛന്മാരൊക്കെ ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ഒരുപാട് ലോബിയും ഒക്കെ നടത്തുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള പരിപാടിക്കൊന്നും പോയില്ല. വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു രീതിയിൽ മാത്രമേ ആ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ആർക്ക് കിട്ടും? സ്ട്രേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സിലേക്കുള്ള ഒരു വഴി. ഈവൻ ശ്രീ AR റഹ്മാൻ്റെ അടുത്തേക്കുള്ള, റഹ്മാൻ സാറിൻ്റെ അടുത്ത് എത്രയോ CDs പോകുന്നു. പക്ഷെ എൻ്റെ CD എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇട്ട് കേൾക്കുന്നു. സോ അത് വേറെ ആർക്ക് കിട്ടും? സോ റഹ്മാൻ കേട്ടിട്ട് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഓക്കെ നൈസ് വിൽ സീ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ദർ. സോ കുറേ കോറസ് വർക്ക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, ട്രാക്സ്, സ്ക്രാച്ച് വോയിസസ് 3-4 വർഷം അങ്ങനെ പാടിയിട്ട് അങ്ങനെ സോളോ വോയിസ്. ഒരുപക്ഷെ റഹ്മാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല അല്ലെ? ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുകയോ ഒന്നുമില്ല. ഒരു മോണോസിലബിളായിട്ടൊരു വാക്കിലായിരിക്കും ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നത്. സുജാത എന്തായാലും ഒരുപക്ഷെ ശ്വേതയുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല
മകളെന്ന് പറഞ്ഞാൽ സുജാതയ്ക്ക് ജീവനാണ്. ഞാൻ എപ്പോഴും ശ്വേതമോൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമൂല്യ നിധിയായിട്ട് സുജ കൊണ്ടു നടക്കുന്നത് ശ്വേത. അത് തിരിച്ചറിയുന്നുണ്ടോ ശ്വേത? അതെ. ഒരു ദിവസം എത്ര പ്രാവശ്യം വിളിക്കും? അങ്ങനൊന്നുമില്ല, വിളിക്കുന്നില്ലേ ഇപ്പം? ഡെയിലി വിളിപ്പില്ല. വിളിപ്പില്ല. സോ 2-3 ദിവസം കഴിയുമ്പോൾ വിളിക്കും. പക്ഷെ എപ്പോഴും ടെക്സ്റ്റ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അമ്മ ഞാൻ ഇത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ടെക്സ്റ്റാണ്. ഈ പഠിച്ചു വളരുന്ന സമയത്തൊക്കെ ഒരു സ്വാതന്ത്ര്യം സുജ തന്നിരുന്നോ? ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ചില അമ്മമാർ ഭയങ്കര സ്ട്രിക്റ്റാണ് മക്കളുടെ കാര്യത്തിൽ. മകൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. പ്രത്യേകിച്ച് ഒരു ടീനേജിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ്. അവിടെ നോക്കണ്ട, ഇവിടെ നോക്കണ്ട, അവരോടെ പോകണ്ട, ഇവരോടെ പോകണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു അമ്മയായിരുന്നു സുജ. താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഫ്രീഡം തന്നിട്ടുണ്ട് എനിക്ക്. വീട്ടിലേക്ക് അത്രയും കൊച്ചായിരുന്നപ്പോൾ അത്രയും ലേറ്റായിട്ടൊന്നും വരാൻ പാടില്ല, സേഫായിട്ടിരിക്കണം എന്നുള്ളൊരു ഇതിന് മാത്രം. പിന്നെ പ്രൊഫഷണലി ഓൾസോ എനിക്ക് കൂടുതൽ അഡ്വൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്യൂ മോളെ, അങ്ങനെ ചെയ്യൂ, ഇത് പഠിക്കുക, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. കംപ്ലീറ്റ് ഫ്രീഡം ആയിരുന്നു. ഞാൻ എൻ്റെ വഴിക്ക് വളരുക, അതായിരുന്നു അമ്മയുടെ രീതി. ശ്വേത കോളേജിലൊക്കെ പഠിക്കുന്നു. ഒരുപാട് ആൾക്കാർ ശ്വേതയ്ക്ക് നല്ല ഗായിക എന്നുള്ളൊരു പേര്, നല്ല ഒരുപാട് ആമ്പിള്ളേരൊക്കെ വേണമെങ്കിൽ ശ്വേതയ്ക്ക് വേണമെങ്കിൽ ലവ് ലെറ്റർ ഒക്കെ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അമ്മ നോക്കില്ലേ, നിങ്ങൾക്ക് കിട്ടിയോടെ ചോദിക്കില്ലേ? അതാണ് എന്നെ ഗേൾസ് കോൺവെന്റ് ആൻഡ് ഗേൾസ് കോളേജിലിട്ട്. ഇപ്പൊ മനസ്സിലായി. അതിനോട് മാത്രമാണ് സുജാതയോട് ഒരു പരാതി ഉള്ളത് അല്ലേ? അതെ. സുജ കേട്ടിട്ടുണ്ടോ? അതായത് മനഃപൂർവ്വം കൊണ്ട് ഗേൾസ് കോളേജിൽ കൊണ്ട് ശ്വേതയെ കൊണ്ട് തട്ടിയതിലുള്ള ഒരു പ്രതികാരമുണ്ട് മനസ്സിൽ. എന്നാലും പക്ഷെ പ്രണയത്തിലൊന്നും കുറവുണ്ടായിരുന്നില്ല അല്ലേ? ഗേൾസ് കോളേജിൽ എത്തിയിട്ടും വിദ്വാന്മാരെല്ലാം ഇങ്ങനെ കണ്ണൂർന്ന് നോക്കുക ഞാൻ എന്താ ചോദിക്കാൻ പോകുന്നതനുസരിച്ച്. എനിവേ, അമ്മയ്ക്ക് വേണ്ടി ശ്വേത ഒരു 4 വരി പാട്ട്. കവിതകൾ മൂളി പഠിച്ചിരുന്നു മുറുകാൻ തുടങ്ങുമെൻ വിറയാർന്ന വീണയെ മാറോടമർത്തി കൊതിച്ചിരുന്നു. എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. പൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം, പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ശ്വേത ഇതൊക്കെ പാടിയപ്പോൾ സുജാത ഒരുപക്ഷെ മനസ്സിലേക്ക് ആവാഹിച്ചത് ശ്വേതയുടെ ചിത്രമായിരിക്കും. എത്രത്തോളം സ്നേഹം ശ്വേതയ്ക്ക് കൊടുത്തു എന്നുള്ളതായിരിക്കും അമ്മ ഈ പാട്ടിലൂടെ പറയാൻ വേണ്ടി ശ്രമിച്ചത്. ശരിയല്ലേ? ആ ലിറിക്സും അതിൻ്റെതായ ഭാവങ്ങളും അത്രത്തോളം ശ്വേതയെ ഊന്നിക്കൊണ്ടാണ് സുജാതയുടെ ജീവിതം. ഞങ്ങൾ 1-2 അതിനിടയ്ക്ക് ഈ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ 1-2 ചിത്രങ്ങൾ കാണിച്ചു. വേണമെങ്കിൽ പെട്ടെന്ന് കാണിക്കാം, വേണമെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് വേണമെങ്കിൽ ശ്വേതയെ വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ വേണമെങ്കിൽ. ഇങ്ങനെയൊക്കെ ഒരു കോലം ഉണ്ടായിരുന്നു ശ്വേതയ്ക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട്. 28 ഇപ്പുറത്തുള്ളതല്ലേ? അമ്മയുടെ ചേച്ചി. ഓക്കെ. അമ്മയുടെ ഇതിനോ അമ്മയുടെ
അമ്മൂമ്മ, അമ്മുമ്മ. മുത്തശ്ശി, അമ്മൂമ്മയുടെ. ഇതിന് നല്ല തടിയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള രൂപഭാവങ്ങളിലൂടെയാണ് ശ്വേത ഈ രൂപത്തിലേക്ക് എത്തിയത്. അമ്മയുടെ സ്നേഹവും ലാളനയും ഒരുപാട് ആൾക്കാരുടെ പരിലാളനയും. ഈ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇനി അച്ഛൻ മടങ്ങരുത്. എന്താ കാരണം വെച്ചാൽ മോഹൻ വിചാരിക്കും ബ്രിട്ടാസിങ്ങനെ സുജാതയ്ക്ക് മാത്രം, അമ്മയ്ക്ക് മാത്രം ഊന്നൽ കൊടുത്തതെന്ന്. അങ്ങനെ വലിയൊരു ഉദാര മനസ്കരൊന്നുമല്ല മോഹൻ അക്കാര്യത്തിൽ. എന്താ കാരണം വെച്ചാൽ ശ്വേതയുടെ കാര്യത്തിൽ പുള്ളിക്കും കുറച്ച് പോസിറ്റീവ്നെസ് ഉണ്ട്. വരട്ടെ എന്നല്ല. ഹായ് JB ജംഗ്ഷൻ, ജോൺ ബ്രിട്ടാസ്. ഇതിനു മുമ്പ് ഞാൻ JB ജംഗ്ഷനിൽ വന്നിരുന്നു. അന്ന് സുജുവിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി. അന്ന് ഞാൻ ഒരു പാട്ടൊക്കെ പാടി, അത് ഭയങ്കര ഹിറ്റായി. എനിക്കതിന് ശേഷം വളരെ അധികം ഫാൻസൊക്കെ കിട്ടി. താങ്ക് JB ജംഗ്ഷൻ ഫോർ ദാറ്റ്. ഇന്നിപ്പോൾ ഞാൻ ശ്വേതയുടെ അച്ഛനായി ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ശ്വേതയ്ക്ക് ഇട്ടുതരികയാണ്. ആ ശ്വേതയ്ക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിറച്ചും ഫ്രണ്ട്സും പിന്നെ വീട്ടിൽ കുറേ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്വേതയ്ക്കൊരു ബ്രദറോ ഒരു സിസ്റ്ററോ ഉണ്ടായാൽ കൊള്ളാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട് ശ്വേതയ്ക്ക് അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം. അതിനെപ്പറ്റി എന്ത് പറയുന്നു? എനിക്ക് ചേട്ടൻ വേണം എന്ന് തോന്നുമായിരുന്നു. സോ ആ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് ചണ്ട കൂടാൻ, എന്നാൽ സംരക്ഷിക്കാൻ വേണ്ടി. അതെ, അതാണ് ഒരു മിസ്സിങ്. അതെ. പക്ഷേ ശ്വേത ഉണ്ടായ ശേഷം പിന്നെ ചേട്ടൻ വേണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കൊച്ചിലെ ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടൻ വേണോ.